ഹലോ സ്റ്റുഡൻസ്, പി ബ്ലോക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നൈട്രജൻ ഫാമിലിയിലെ ഫോസ്ഫറസുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടിനെ കുറിച്ചാണ്. അത് ഫോസ്ഫൈൻ ഗ്യാസ് എന്ന് പറയുന്നത്, ഫോസ്ഫൈൻ PH3. അപ്പോൾ നമ്മൾ അമോണിയ പോലെ തന്നെ നൈട്രജനിൽ ലോൺ പെയർ ഉള്ള കാര്യം പറഞ്ഞതുപോലെ ഫോസ്ഫറസിൽ ഇവിടെയും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ PH3യുടെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടിയും യൂസസുമാണ് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫോസ്ഫൈൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് PH3 ഗ്യാസിനെ നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, അതിൽ വളരെ ഈസി ആയിട്ട് ഒന്ന് രണ്ട് മെത്തേഡ്സ് ആണ് നമ്മുടെ NCERT ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തത്. അതിലാദ്യം കാൽഷ്യം ഫോസ്ഫൈഡ് എന്ന് പറഞ്ഞ മെറ്റീരിയലുമായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ വാട്ടർ, ഇത് റിയാക്ട് ചെയ്യിച്ചാൽ നമുക്ക് ഫോസ്ഫൈൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ലബോറട്ടറിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫോസ്ഫൈൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡിനെ ഒരു ഇനർട്ട് അറ്റ്മോസ്ഫിയറിന്റെ പ്രസൻസിൽ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു ഇനർട്ട് അറ്റ്മോസ്ഫിയറിന്റെ പ്രസൻസിൽ നമുക്ക് വൈറ്റ് ഫോസ്ഫറസുമായിട്ട് റിയാക്ട് ചെയ്യിച്ചാൽ നമുക്ക് ഫോസ്ഫൈൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ റിയാക്ഷനിലേക്ക് പോകാം. ആദ്യം തന്നെ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് കാൽഷ്യം ഫോസ്ഫൈഡ് Ca3P2. ഇതിലേക്ക് 6 മോളിക്യൂൾ HCl റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഉറപ്പായിട്ട് 2 മോളിക്യൂൾ ഫോസ്ഫൈൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ റിയാക്ഷന്റെ ഭാഗമായി. അതുപോലെ തന്നെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കാൽഷ്യം ക്ലോറൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, 3 മോളിക്യൂൾ CaCl2. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇങ്ങനെയാണ്. അതുപോലെ തന്നെ രണ്ടാമത് കാൽഷ്യം ഫോസ്ഫൈഡ് നമ്മൾ വീണ്ടും എടുക്കുന്നു, 6 മോളിക്യൂൾ വാട്ടർ അതിലേക്ക് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. സിമിലർ റിയാക്ഷൻ ആണ്. ഇവിടുന്ന് കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഫോസ്ഫൈൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. 2 molecules of PH3 is again produced and the byproduct is calcium hydroxide. So this is the situation. അപ്പോൾ മനസ്സിലാക്കാം, കാൽഷ്യം ഫോസ്ഫൈഡ് HCl അല്ലെങ്കിൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് ഫോസ്ഫൈൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മൂന്നാമത് മറ്റൊരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, ലബോറട്ടറിയിൽ നമ്മൾ വൈറ്റ് ഫോസ്ഫറസ് P4 എടുക്കുന്നു, അതിനകത്തോട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യാൻ അനുവദിക്കുന്നു ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ. ഈ ഒരു റിയാക്ഷൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇനർട്ട് അറ്റ്മോസ്ഫിയറിലാണ് നടക്കുന്നത്. അങ്ങനെ വൈറ്റ് ഫോസ്ഫറസിനെ കാർബൺ ഡൈ ഓക്സൈഡ് ഇനർട്ട് അറ്റ്മോസ്ഫിയറിൽ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിച്ചാലും നമുക്ക് ഫോസ്ഫൈൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പം പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് PH3 കിട്ടുന്നു. അതുപോലെ തന്നെ 3 മോളിക്യൂൾ NaH2PO2 എന്ന് പറഞ്ഞ ഒരു ബൈ പ്രോഡക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ആ കിട്ടിയ ബൈ പ്രോഡക്റ്റിനെ നമ്മൾ സോഡിയം ഹൈപ്പോഫോസ്ഫൈറ്റ് എന്ന് വിളിക്കുന്നു. So the byproduct is called sodium hypophosphate. These are the 3 main methods of preparation of phosphate. And the third one is the preparation in the laboratory. മൂന്നാമത്തത് ലബോറട്ടറിയിലെ പ്രിപ്പറേഷൻ ആണ്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫോസ്ഫൈൻ ഗ്യാസ് അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് പ്രസന്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇമ്പ്യൂരിറ്റിയെ മാറ്റേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ഇമ്പ്യൂരിറ്റിയെ മാറ്റാൻ വേണ്ടി ഈ ഫോസ്ഫൈൻ ഗ്യാസ് സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ് അല്ലെങ്കിൽ ബേസിക് ആണ്. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള PH3യെ നമ്മൾ ആസിഡായിട്ടുള്ള ഹൈഡ്രജൻ അയഡൈഡിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കും. അപ്പോൾ ആ റിയാക്ഷൻ നമുക്ക് നോക്കാം. PH3യെ നമ്മൾ ഹൈഡ്രജൻ അയഡൈഡിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചാൽ, അല്ലെങ്കിൽ HCl HB അറിയാതായാലും മതി. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ അയഡൈഡ് എടുക്കാം. ഹൈഡ്രജൻ അയഡൈഡിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് ഇവിടുന്ന് PH4I- ഇതിനെ ഫോസ്ഫോണിയം അയഡൈഡ് എന്ന് വിളിക്കുന്നു. ഈ കോമ്പൗണ്ടിനകത്തോട്ട് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നു, PH4I-. ഇതിനകത്തോട്ട് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ ഇവിടുന്ന് പൊട്ടാസ്യം അയഡൈഡും വാട്ടറും ഫോസ്ഫൈൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പൊ ഈ കിട്ടിയ ഫോസ്ഫൈൻ ഗ്യാസ് പ്യുവർ ഫോസ്ഫൈൻ ഗ്യാസ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഇമ്പ്യൂരിറ്റിനെ റിമൂവ് ചെയ്യാൻ, ഫോസ്ഫൈൻ ഗ്യാസിൽ നിന്ന് ഇമ്പ്യൂരിറ്റിയെ റിമൂവ് ചെയ്യാനായിട്ട് ഫോസ്ഫൈൻ ഗ്യാസിനെ ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഫോസ്ഫോണിയം അയഡൈഡ് ആക്കുന്നു. ഫോസ്ഫോണിയം അയഡൈഡിനെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് പ്യുവർ ആയിട്ടുള്ള ഫോസ്ഫൈൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കും. ഇങ്ങനെയാണ് ഫോസ്ഫൈൻ ഗ്യാസിന്റെ പ്യൂരിഫിക്കേഷൻ നടത്തുന്നത്. ഈ ഒരു റിയാക്ഷനിൽ നിന്ന് മറ്റൊരു കാര്യം കൂടെ വ്യക്തമാണ്, ഫോസ്ഫൈൻ ഗ്യാസ് ബേസിക് ആണ്. കാരണം അത് ആസിഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ അയഡൈഡ്, അതുപോലെ തന്നെ ഹൈഡ്രജൻ ബ്രോമൈഡ്, അതുപോലെ തന്നെ ഹൈഡ്രജൻ ക്ലോറൈഡ്, ഇവരുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളെ, ഈ പറയുന്ന ഫോസ്ഫോണിയം കോമ്പൗണ്ടുകളെ മേക്ക് ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു റിയാക്ഷൻ കാണിക്കുന്നത് ഫോസ്ഫൈൻ ഗ്യാസ് ഈസ് ബേസിക് ഇൻ നേച്ചർ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. അതുപോലെ തന്നെ നമുക്കിനി ഈ ഫോസ്ഫൈൻ ഗ്യാസിന്റെ പ്രോപ്പർട്ടി സെക്ഷനിലേക്ക് പോകാം. ഇനി നമുക്കിവിടെ ഫോസ്ഫൈൻ ഗ്യാസിന്റെ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ
ഈ ഫോസ്ഫൈൻ ഗ്യാസ് ബേസിക് നേച്ചർ ആണ്, അത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പം ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫോസ്ഫൈൻ ഗ്യാസിന്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ആ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ കണ്ട എക്സാമ്പിളിൽ അതിന്റെ ബേസിക് ക്യാരക്ടറിനെ കാണിക്കുന്ന തരത്തിലുള്ള റിയാക്ഷൻ ആണ്. അതുപോലെ കോപ്പർ സൾഫേറ്റ്, മെർക്കുറിക് ആയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കോമ്പൗണ്ടുകൾ റിയാക്ട് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോസ്ഫൈഡുകളെ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ റിയാക്ഷൻ നോക്കാം. അതായത് കോപ്പർ സൾഫേറ്റ് അതുമായിട്ട് ഫോസ്ഫൈൻ ഗ്യാസ് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ 2 മോളിക്യൂൾ ഫോസ്ഫൈൻ ഗ്യാസ് 3 മോളിക്യൂൾ കോപ്പർ സൾഫേറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇവിടുന്ന് Cu3P2 എന്ന് പറയപ്പെടുന്ന കോപ്പറിന്റെ ഫോസ്ഫൈഡും അതുപോലെ തന്നെ 3 മോളിക്യൂൾ സൾഫ്യൂരിക് ആസിഡും ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ 3 മോളിക്യൂൾ HgCl2 മെർക്കുറി ക്ലോറൈഡ് റിയാക്ട് വിത്ത് ഫോസ്ഫൈൻ ഗ്യാസ് പ്രൊഡ്യൂസിങ് Hg3P2. മെർക്കുറിയുടെ ഫോസ്ഫൈഡ് ഉണ്ടാവുന്നു പ്ലസ് 6 മോളിക്യൂൾസ് ഓഫ് HCl. ഇതാണ് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഫോസ്ഫൈൻ ഗ്യാസ് ഇങ്ങനെയുള്ള ചില കോമ്പൗണ്ടുകളുമായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഫോസ്ഫൈൻ ഗ്യാസ് ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ. വെള്ളത്തിൽ ഇയാൾ സ്ലൈറ്റ്ലി സോലുബിൾ ആയിരുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് pH3 എന്ന് പറയുന്നത്. അപ്പം റെഡ് ഫോസ്ഫറസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എലോങ് വിത്ത് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പം മനസ്സിലാക്കുന്ന മറ്റൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഫോസ്ഫീൻ ഈസ് സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് വെൻ ഇറ്റ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് റെഡ് ഫോസ്ഫറസ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഫോസ്ഫൈൻ സ്ലൈറ്റ്ലി ബേസിക് ആണ്. അദ്ദേഹം വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ റെഡ് ഫോസ്ഫറസും ഹൈഡ്രജൻ ഗ്യാസും കിട്ടുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോസ്ഫൈഡിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഈ പറഞ്ഞ ഫോസ്ഫൈൻ ഗ്യാസിന്. ഇനി നമ്മൾ പോകുന്നത് ഫോസ്ഫൈൻ ഗ്യാസിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. 2 പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ് NCERT ടെക്സ്റ്റിൽ പറയുന്നത്. എൻട്രൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു സെക്ഷനാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ദിസ് ഫോസ്ഫൈൻ ഗ്യാസ്. അപ്പോൾ അതിനകത്ത് ആപ്ലിക്കേഷൻ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ യൂസ് സംസാരിക്കുമ്പോൾ ഒന്നാമത്തെ ഹോം സിഗ്നൽ. ഹോം സിഗ്നൽ എന്ന് പറയപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫോസ്ഫൈൻ ഗ്യാസിനെ ഉപയോഗിക്കുന്നുണ്ട്. അതിന് കാരണം ഈ കുറച്ച് കാലഘട്ടം മുമ്പ് നാവികന്മാർ, കപ്പൽ യാത്രക്കാരൊക്കെ കടലിലൂടെയുള്ള യാത്ര ആ വഴി മനസ്സിലാക്കാൻ വേണ്ടി ഫോസ്ഫൈൻ ഗ്യാസിനെ ഒരു സിഗ്നലായി ഉപയോഗിച്ചിരുന്നു. അതായത് കാൽഷ്യം ഫോസ്ഫൈഡും അതുപോലെ തന്നെ കാൽഷ്യം കാർബൈഡും അടങ്ങുന്ന ഒരു പെട്ടി ഉണ്ടാക്കി അതിനെ കടലിൽ നിക്ഷേപിക്കുന്നു. അപ്പോൾ അത് കടലിലെ വെള്ളവുമായിട്ട് ചേർന്നിട്ട് ഫോസ്ഫൈൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഇറ്റ് സെർവ്സ് ആസ് എ സിഗ്നൽ, അതൊരു വഴികാട്ടിയെ ഒരു സിഗ്നലായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഫോസ്ഫൈൻ ഗ്യാസിനെ നമ്മൾ ഹോം സിഗ്നൽ എന്ന് പറയുന്നു. ഹോം സിഗ്നൽ. അതുപോലെ തന്നെ ഫോസ്ഫൈൻ ഗ്യാസിന്റെ മറ്റൊരു ഉപയോഗമാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്മോക്ക് സ്ക്രീൻസ്. അപ്പൊ സ്മോക്ക് സ്ക്രീനായിട്ട് ഉപയോഗിച്ചിരുന്നു. സ്മോക്ക് സ്ക്രീൻ. അപ്പൊ ഇങ്ങനെ ഹോം സിഗ്നലും സ്മോക്ക് സ്ക്രീനും ഇത് രണ്ടുമാണ് ഫോസ്ഫൈൻ ഗ്യാസിന്റെ വളരെ പ്രധാനപ്പെട്ട 2 ആപ്ലിക്കേഷൻ. ഓക്കെ, പിന്നെ നമുക്ക് ഫോസ്ഫീന്റെ സ്ട്രക്ചറുമായിട്ട് ചേർന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ, ഫോസ്ഫീൻ ഇത് യഥാർത്ഥത്തിൽ റോട്ടൻ ഫിഷി സ്മെല്ലാണ്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം അമോണിയയുടെ സെയിം സ്ട്രക്ചറാണ്. പിരമിഡൽ ജോമെട്രി ആണ്. പിരമിഡൽ ജോമെട്രി, sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് pH3യുടെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഫോസ്ഫൈൻ ഗ്യാസ് ഒരു H+നെ അബ്സോർബ് ചെയ്യുന്നു ആസിഡിൽ നിന്ന്. അങ്ങനെയാകുമ്പോൾ അത് pH4+ ആയി മാറുന്നു. pH4+, ഫോസ്ഫോണിയം ആയിട്ട് മാറുന്നു. ഇതിന്റെ സ്ട്രക്ചർ ടെട്രാഹീഡ്രൽ ഷേപ്പാണ്. അവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് അതിന്റെ ഷേപ്പ് ഇങ്ങനെ വരുന്നു. ദിസ് പോസിറ്റീവ് ചാർജ് ഈസ് ഓൺ ഫോസ്ഫറസ്. അപ്പൊ അതിനിങ്ങനെ ടെട്രാഹീഡ്രൽ ജോമെട്രിയാണ് pH4+ന്. അവിടുത്തെ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. ഇതാണ് ഇവിടുത്തെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഫോസ്ഫൈൻ ഗ്യാസിന് ഏകദേശം ബോണ്ട് ആംഗിൾ 93 അടുപ്പിച്ചൊരു വാല്യൂ ആണ്. 93 ഡിഗ്രി. അതിൽ നിന്ന് കുറച്ച് ഡീവിയേഷൻ, കുറച്ച് ഹയർ ആവുന്നു ഫോസ്ഫോണിയം അയോണിന്റെ ബോണ്ട് ആംഗിൾ. അത് ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ലാതാവുന്നത് കൊണ്ടാണ് അത് മെയിനായിട്ട്. അപ്പോൾ ബോണ്ട് ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഫോസ്ഫീനിൽ നിന്ന് ഫോസ്ഫോണിയം അയണിലേക്ക് പോകുമ്പോൾ
93 ഡിഗ്രി എന്നുള്ള ബോണ്ട് ആംഗിൾ ചേഞ്ച് ചെയ്തിട്ട് 109 ഡിഗ്രി 28 മിനിറ്റ് അഥവാ ടെട്രാഹീഡൽ ബോണ്ട് ആംഗിൾ ആയിട്ട് മാറും. അപ്പോൾ PH4+ സ്ട്രക്ചർ ടെട്രാഹീഡലാണ്, PH3യുടെ ഷേപ്പ് എന്ന് പറയുന്നത് പിരമിഡലാണ്. രണ്ട് സിറ്റുവേഷനിലും ഫോസ്ഫറസിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 തന്നെയാണ്. sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഫോസ്ഫറസിന്റെ ഹാലൈഡുകളെ കുറിച്ചാണ്. രണ്ട് പ്രധാനപ്പെട്ട ഹാലൈഡുകൾ ഫോസ്ഫറസിനുണ്ട്. ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ്, അതുപോലെ ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ്. ഇത് രണ്ടുമാണ് NCERT ടെക്സ്റ്റിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അതിലാദ്യം ഫോസ്ഫറസ് ട്രൈക്ലോറൈഡിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഫോസ്ഫറസ് ട്രൈക്ലോറൈഡിനെ നമുക്ക് എങ്ങനെ നിർമ്മിക്കാമെന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ വൈറ്റ് ഫോസ്ഫറസ് അഥവാ P4, വൈറ്റ് ഫോസ്ഫറസിനെ ഡ്രൈ ക്ലോറിൻ ഗ്യാസ് അതിലേക്ക് പാസ് ചെയ്യിപ്പിക്കുന്നു, വൈറ്റ് ഫോസ്ഫറസിലേക്ക്. അപ്പൊ നമുക്ക് 4 മോളിക്യൂൾസ് ഓഫ് PCl3 ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഇതാണ് ഫോസ്ഫറസ് ട്രൈക്ലോറൈഡിന്റെ ആദ്യത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഡ്രൈ ക്ലോറിൻ ഗ്യാസിനെ വൈറ്റ് ഫോസ്ഫറസിലേക്ക് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് 4 മോളിക്യൂൾസ് ഓഫ് PCl3 ലഭിക്കുന്നു. അതുപോലെ തന്നെ വൈറ്റ് ഫോസ്ഫറസിനെ SOCl2 അഥവാ തയോണൈൽ ക്ലോറൈഡുമായിട്ട് 8 SOCl2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. ദിസ് ഈസ് കോൾഡ് തയോണൈൽ ക്ലോറൈഡ്. ആൻഡ് വൈറ്റ് ഫോസ്ഫറസ് റിയാക്ട് വിത്ത് തയോണൈൽ ക്ലോറൈഡ് പ്രൊഡ്യൂസ് 4 molecules of PCl3 along with 4 molecules of sulfur dioxide and 2 molecules of disulfur dichloride S2Cl2. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, തയോണൈൽ ക്ലോറൈഡുമായിട്ട് വൈറ്റ് ഫോസ്ഫറസ് റിയാക്ട് ചെയ്താൽ PCl3 കിട്ടുന്നു, ബൈ പ്രോഡക്റ്റ് ആയിട്ട് സൾഫർ ഡയോക്സൈഡ് ഡൈസൾഫർ ഡൈക്ലോറൈഡ് കിട്ടുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ PCl3 വളരെ വേഗം തന്നെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓർത്തോ ഫോസ്ഫറസ് ആസിഡ് ആണ് കിട്ടുന്നത്, ഓർത്തോ ഫോസ്ഫറസ് ആസിഡ് H3PO3. അതിന്റെ കൂട്ടത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും കിട്ടുന്നു. ഇതാണ് ഇതിന്റെ ഒരു മുഖ്യ റിയാക്ഷൻ എന്ന് പറയുന്നത് PCl3. അതുപോലെ തന്നെ PCl3 ഓർഗാനിക് കോമ്പൗണ്ടുകളുമായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്കത് 1-2 എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ 3 മോളിക്യൂൾ C2H5OH എത്തനോളുമായിട്ട് PCl3 റിയാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടുന്ന് ആൽക്കൈൽ ഹാലൈഡുകളെ കിട്ടുന്നു. ഇത് ഒരു ക്ലോറൈഡ് ആണ്, ആൽക്കൈൽ ക്ലോറൈഡ് ആണ്. പ്ലസ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് H3PO3 ഒബ്റ്റെയിൻ ചെയ്തു. അതുപോലെ തന്നെ കാർബോക്സിലിക് ആസിഡുമായിട്ട് PCl3 റിയാക്ട് ചെയ്യുന്നു. അപ്പൊ 3 മോളിക്യൂൾസ് ഓഫ് CH3COH ഓർഗാനിക് കോമ്പൗണ്ടുകളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന രണ്ടാമത്തെ എക്സാമ്പിൾ ആണ്. PCl3 റിയാക്ട് ചെയ്യുന്നു. അപ്പൊ ആസിഡ് ക്ലോറൈഡുകളാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. Plus H3PO3. So these are the reaction. The last two are the reactions of PCl3 with organic compounds. അപ്പോൾ എഥനോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈഥേൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ഈഥേൽ ഹാലൈഡ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ അസറ്റിക് ആസിഡുമായിട്ട് PCl3 റിയാക്ട് ചെയ്യുമ്പോൾ ആസിഡിന്റെ അസൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നു, ആസിഡ് ക്ലോറൈഡ് കിട്ടും. ബൈ പ്രോഡക്റ്റ് ആയിട്ട് എല്ലാ സിറ്റുവേഷനിലും ഓർത്തോ ഫോസ്ഫറസ് ആസിഡാണ്, H3PO3 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം 2 മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, ബാക്കി 3 PH3യുടെ അല്ലെങ്കിൽ PCl3യുടെ ഫോസ്ഫറസ് ട്രൈ ക്ലോറൈഡിന്റെ പ്രോപ്പർട്ടീസുമാണ്, കെമിക്കൽ പ്രോപ്പർട്ടീസുമാണ്. ഇത്രയും മനസ്സിലാക്കി പഠിക്കാം. ഇനി അതുപോലെ തന്നെ നമ്മൾ PCl3യുടെ സ്ട്രക്ചർ നോക്കുമ്പോൾ അത് പിരമിഡൽ ജോമെട്രിയാണ്. ഫോസ്ഫറസ് ലോൺ പെയർ, 3 ക്ലോറിൻ ആറ്റംസ്, sp3 ഹൈബ്രിഡൈസേഷൻ ആണ് ഫോസ്ഫറസ് എക്സിബിറ്റ് ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ. സോ PCl3 possess pyramidal geometry with sp3 hybridization. ഓക്കെ, ഫോസ്ഫറസിന്റെ രണ്ടാമത്തെ ഹാലൈഡായിട്ട് NCERT ടെക്സ്റ്റിൽ റെഫർ ചെയ്തിരിക്കുന്നത് PCl5നെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് അതിന്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടിയിലേക്ക് പോകാം. അപ്പൊ ഇവിടെ P4നെ നമ്മൾ എക്സസ് ഓഫ് ക്ലോറിൻ ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ആദ്യം തന്നെ PCl5നെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ നമ്പർ 1 ഇങ്ങനെയാണ്. P4 react with 10 molecules of chlorine gas and the product is PCl5. This is the balanced chemical equation. അതുപോലെ തന്നെ നമ്മൾ P4നെ 10 മോളിക്യൂൾ SO2Cl2 അല്ല SO2Cl2 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് 4 മോളിക്യൂൾസ് ഓഫ് PCl5 പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്ലസ് 10 SO2. ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പൊ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് 2 മെത്തേഡ് ഓഫ് PCl5ന്റെ 2 മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ PCl5 ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതിനെ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുമ്പോഴത്തേനും അത് PCl3യും ക്ലോറിൻ ഗ്യാസുമായിട്ട് എസ്കേപ്പ് ചെയ്യും.
ഇതാണ് ഇതിന്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ PCl5ന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രി. ഫോസ്ഫറസ് ഓക്യുപ്പൈ ദ സെൻട്രൽ പൊസിഷൻ, ഫ്ലോറിൻ ക്ലോറിൻ. ഓക്കെ, അപ്പൊ PCl5ന്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഇറ്റ് ഹാസ് എ ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രി. ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രി ആണ്. ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 90 ആൻഡ് 120 ഡിഗ്രി. ഇതാണ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. sp3d ഹൈബ്രിഡൈസേഷൻ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രി ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇൻ ഗേഷ്യസ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പൊ ഗേഷ്യസ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും മാത്രമാണ് PCl5ന് ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രി പോസിബിൾ ആവും. അപ്പൊ അവിടെ ന്യായമായി നമുക്ക് വരുന്നൊരു സംശയം, അപ്പൊ എന്താണ് സോളിഡ് സ്റ്റേറ്റിലെ സ്ട്രക്ചർ? ഇൻ സോളിഡ് സ്റ്റേറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഇൻ സോളിഡ് സ്റ്റേറ്റിൽ PCl5 എക്സിസ്റ്റ് ചെയ്യുന്നത് PCl4 പ്ലസ് എന്ന് പറഞ്ഞൊരു കാറ്റയോണും അതുപോലെ PCl6 മൈനസ് എന്ന് പറഞ്ഞൊരു ആനയോണുമായിട്ടാണ്. ഈ PCl4 പ്ലസ് എന്ന് പറഞ്ഞ കാറ്റയോണിന് ടെട്രാഹീഡ്രൽ ജോമെട്രിയാണ്. അതുപോലെ PCl6 മൈനസ് എന്ന് പറഞ്ഞ ആനയോണിന് ഒക്ടാഹീഡ്രൽ ജോമെട്രിയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ PCl5 കാറ്റയോണും ആനയോണുമായിട്ട് അയോണിക് ഫോർമാറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ PCl4 പ്ലസും PCl6 മൈനസും PCl4 പ്ലസ് ടെട്രാഹീഡ്രലും PCl6 മൈനസ് ഒക്ടാഹീഡ്രലുമായിട്ട് എക്സിബിറ്റ് ചെയ്യുന്നു. ലിക്വിഡ് സ്റ്റേറ്റിലും ഗേഷ്യസ് സ്റ്റേറ്റിലും മാത്രമാണ് ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രി PCl5ന് സാധ്യമാണ്. അവിടുത്തെ ബോണ്ട് ആംഗിൾ 90 ആൻഡ് 120, sp3d ഹൈബ്രിഡൈസേഷൻ. അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കണം, PCl5 ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള ബോണ്ടുകളുണ്ട്, ആക്സിയൽ ബോണ്ടും ഇക്വറ്റോറിയൽ ബോണ്ടും. രണ്ട് ഫോസ്ഫറസ് ക്ലോറിൻ ബോണ്ട് എന്ന് പറയുന്നത് അതിനെയാണ് ആക്സിയൽ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ആക്സിയൽ ബോണ്ട്, ഈ ആക്സിയൽ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 240 പൈക്കോമീറ്റർ ആണ് ആക്സിയൽ ബോണ്ട് ലെങ്ത്. അതേസമയം മൂന്ന് ഫോസ്ഫറസ് ക്ലോറിൻ ബോണ്ട് ഇക്വറ്റോറിയൽ ബോണ്ട് എന്നാണ് പറയുന്നത്. ഇക്വറ്റോറിയൽ ബോണ്ട്. അപ്പൊ ഇക്വറ്റോറിയൽ ബോണ്ട് 3 ഉണ്ട്. 3 ഫോസ്ഫറസ് ക്ലോറിൻ ബോണ്ട് ഇക്വറ്റോറിയൽ ബോണ്ടാണ്. അവിടുത്തെ ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ 102 പൈക്കോമീറ്റർ ആണ്. അപ്പൊ ഇത് 240 പൈക്കോമീറ്റർ ബോണ്ട് ലെങ്ത്, ഇത് 202 പൈക്കോമീറ്റർ. 202 അത്രയും പൈക്കോമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ആ ബോണ്ട് ലെങ്ത് ഒന്ന് ചർച്ച ചെയ്യുമ്പോഴത്തേന് 240 ആണ് കൂടുതൽ. 240 ആ ഒരു ഇക്വറ്റോറിയൽ ബോണ്ട് ലെങ്തിനെക്കാട്ടിൽ ആക്സിയൽ ബോണ്ട് ലെങ്ത് കൂടുതലാണെന്ന് നമുക്ക് ഈ പാരാമീറ്ററിൽ നിന്ന് മനസ്സിലാവും. അപ്പം നമുക്ക് മനസ്സിലാവും വളരെ പെട്ടെന്ന് തന്നെ PCl5നെ ഹീറ്റ് ചെയ്യുമ്പോൾ PCl3യും ക്ലോറിൻ ഗ്യാസുമായിട്ട് മാറുന്നു. അതിന് കാരണം ഈ പറയുന്ന ആ ഒരു 240 ബോണ്ട് ലെങ്ത് കൂടുന്നതനുസരിച്ച് ബോണ്ടിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും. ഈ ആക്സസ് ചെയ്തിരിക്കുന്ന രണ്ട് ഫോസ്ഫറസ് ക്ലോറിൻ ബോണ്ടിന് അതൊന്ന് സ്ലൈറ്റ് ആയിട്ട് ഇലോങ്ങേറ്റ് ചെയ്യും, റിപ്പൽഷൻ ഒക്കെ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട്. അതിന്റെ ഭാഗമായിട്ട് 2 ക്ലോറിൻ അവിടുന്ന് പെട്ടെന്ന് അങ്ങ് റിമൂവ് ചെയ്തു പോകും. പിന്നെ ബാക്കി 3 ഇക്വറ്റോറിയൽ ബോണ്ടുകളാണ് അവിടെ റീറ്റെയിൻ ചെയ്യുന്നത്. അത് ബോണ്ട് ലെങ്ത് കുറവാണ്, 240 വരുന്നത് ബോണ്ട് ആക്സിയൽ ബോണ്ടാണ്. അത് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്തു പോകും. അപ്പൊ ഇതാണ് ഇതിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ PCl5 ഓർഗാനിക് കോമ്പൗണ്ടുകളുമായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. ഓർഗാനിക് കോമ്പൗണ്ടുകളായിട്ടുള്ള ആസിഡും ആൽക്കഹോളുമായിട്ടൊക്കെ PCl3യുടെ കാര്യം പറഞ്ഞത് തന്നെ റിയാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ റിയാക്ട് ചെയ്താൽ നമുക്ക് ഇപ്പം ഒരു ഉദാഹരണത്തിന് PCl5 C2H5OH റിയാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ C2H5Cl ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് POCl3 ഫോസ്ഫറസ് ഓക്സി ക്ലോറൈഡ് എന്ന് പറഞ്ഞ് POCl3യും അതുപോലെ തന്നെ HClഉം അതിന്റെ കൂടെ ഉണ്ടാവുന്നു. അതേപോലെ PCl5 അസറ്റിക് ആസിഡ് കൊണ്ട് ആസിഡുകളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. നമുക്ക് ഇതുപോലെ തന്നെ ആസിഡ് ക്ലോറൈഡ് CH3COCl പ്ലസ് ദ വെരി സെയിം പ്രോഡക്റ്റ് POCl3 പ്ലസ് HCl. ഇത്രയും പ്രോഡക്റ്റുകളാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ റിയാക്ഷൻ ഓഫ് PCl5 വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ് സിമിലർ ടു ദാറ്റ് ഓഫ് PCl3. അപ്പോൾ സ്ട്രക്ചർ ട്രയഗണൽ ബൈപിരമിഡൽ 240 ആണ്
ആക്സിയൽ ബോണ്ട്, അത് 2 PCl, അത് സ്ലൈറ്റ് ഇലോങ്ങേറ്റ് ചെയ്യുന്നു, ബോണ്ട് സ്ട്രെങ്ത് കുറവാണ്, പെട്ടെന്ന് ബ്രേക്ക് ആയി പോകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് PCl5 ഹൈലി റിയാക്റ്റീവ് എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ PCl3 ക്ലോറിനുമായിട്ട് അത് ഡിസോസിയേറ്റ് ചെയ്ത് മാറുന്നു. സോളിഡ് സ്റ്റേറ്റിൽ അവരുടെ സ്ട്രക്ചറുകൾ ശ്രദ്ധിക്കുക. ടെട്രാഹീഡ്രലും ഒക്ടാഹീഡ്രലും ആയിട്ടുള്ള അയോൺസ് ആയിട്ട് കാണുന്നു, PCl4+ഉം PCl6ഉം. ഇത്രയുമാണ് ഫോസ്ഫറസിന്റെ പെന്റാഹാലൈഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി നമുക്കിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഫോസ്ഫറസിന്റെ ഓക്സി ആസിഡുകൾ അല്ലെങ്കിൽ ഓക്സോ ആസിഡുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു എലമെന്റിന്റെ ഓക്സോ ആസിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ദ ഓക്സോ ആസിഡ് ഓഫ് ആൻ എലമെന്റ് കണ്ടെയ്ൻസ് ദ എലമെന്റ് ഓക്സിജൻ ആൻഡ് അറ്റ്ലീസ്റ്റ് 1 ഹൈഡ്രജൻ കണക്റ്റഡ് ടു ഓക്സിജൻ ആറ്റം. അതായത് നമ്മൾ ഏത് എലമെന്റിനെയാണോ ഓക്സോ ആസിഡ് പരിഗണിക്കുന്നത് ആ എലമെന്റ് ഓക്സിജനും ഹൈഡ്രജനും അതിലുണ്ടാകും. അങ്ങനെ നമുക്ക് ഫോസ്ഫറസ് ഫോം ചെയ്യുന്ന കുറെ ഓക്സോ ആസിഡുകളെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അപ്പം വളരെ പ്രധാനപ്പെട്ട 5 ഓക്സോ ആസിഡിന്റെ സ്ട്രക്ചറുകളും അതിന്റെ പ്രിപ്പറേഷനും വളരെ പ്രധാനപ്പെട്ട നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 1 by 1 ആയിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 എണ്ണമാണ് ആദ്യം ഞാൻ ബോർഡിൽ കാണിക്കുന്നത്. ഒന്നാമതായി നമുക്ക് പഠിക്കാനുള്ളത് ഹൈപ്പോഫോസ്ഫറസ് ആസിഡ്. ഈ ഹൈപ്പോഫോസ്ഫറസ് ആസിഡിനെ നമുക്ക് H3PO2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് ഹൈപ്പോഫോസ്ഫറസ് ആസിഡിന്റെ മോളിക്കുലർ ഫോർമുല. അപ്പോൾ നമ്മൾ ഇതിന്റെ സ്ട്രക്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ, ഫോസ്ഫറസ് ഈസ് ഇൻ ദ സെൻട്രൽ പൊസിഷൻ, ഒരു ഡബിൾ ബോണ്ടോ, അതുപോലെ ഈ 3 ബോണ്ടുകൾ വരുന്നു, ഒരെണ്ണം OH ആണ്, 2 ഹൈഡ്രജൻ. ഈ ഒരു രീതിയിലാണ് ഹൈപ്പോഫോസ്ഫറസ് ആസിഡിന്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കിവിടെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് ലഭിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ആസിഡിന്റെ ബേസിസിറ്റി നമുക്ക് 1 എന്ന് മനസ്സിലാക്കാൻ പറ്റും. ബേസിസിറ്റി കാരണം ഇതിനകത്ത് ഒരു OH ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് OH ഓക്സിജന്റെ കൂടെ നിൽക്കുന്ന ഹൈഡ്രജനാണ് വളരെ ഈസി ആയിട്ട് റിലീസ് ആവുന്നത്. കാരണം ഓക്സിജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടുതലായതുകൊണ്ട് OH ബോണ്ടിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും. സോ ഇവിടുത്തെ ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, പക്ഷേ ബേസിസിറ്റി 1 വരുന്നുള്ളൂ ഹൈപ്പോഫോസ്ഫറസ് ആസിഡിൽ. അതുപോലെ തന്നെ PH ബോണ്ടുകളുടെ എണ്ണം നോക്കുന്നത് അത് റെഡ്യൂസിങ് ക്യാരക്ടറിന് അക്കൗണ്ടബിൾ ആണ്. അപ്പം നമ്പർ ഓഫ് PH ബോണ്ട് ഇവിടെ 2 എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് ഇത് ഈ ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് നല്ലൊരു റെഡ്യൂസിങ് നേച്ചർ കാണിക്കുന്ന ആസിഡാണ്. അപ്പം ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് റെഡ്യൂസിങ് നേച്ചർ കാണിക്കുന്നതിന് അക്കൗണ്ടബിൾ ആയിട്ട് നമുക്ക് PH ബോണ്ടിന്റെ എണ്ണം പറയാം. നമ്പർ ഓഫ് PH ബോണ്ട്, ഫോസ്ഫറസ് ഹൈഡ്രജൻ ബോണ്ട് കൂടുന്നതനുസരിച്ച് റെഡ്യൂസിങ് നേച്ചറും കൂടുതലായിരിക്കും. ഇനി ഇതിന്റെ പ്രിപ്പറേഷൻ പാർട്ടിലേക്ക് വന്നാൽ, വൈറ്റ് ഫോസ്ഫറസിനെ ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. വൈറ്റ് ഫോസ്ഫറസിനെ ആൽക്കലികളുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് ഹൈപ്പോഫോസ്ഫറസ് ആസിഡിൽ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഹൈപ്പോഫോസ്ഫറസ് ആസിഡിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. സ്ട്രക്ചർ, ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, റെഡ്യൂസിങ് ക്യാരക്ടറിന് കാരണം, ബേസിസിറ്റി, അതുപോലെ തന്നെ അതിന്റെ പ്രിപ്പറേഷൻ. ഇനി നമുക്ക് അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡിലേക്ക് പോയാൽ അതിനാണ് ഓർത്തോ ഫോസ്ഫറസ് ആസിഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഫോർമുല H3PO3 എന്നാണ്. ഇവിടെ ഒരു ഓക്സിജനും കൂടെ കൂടുതലാണ് ഹൈപ്പോഫോസ്ഫറസ് ആസിഡിൽ നിന്ന് ഓർത്തോഫോസ്ഫറസ് ആസിഡിലേക്ക് പോകുമ്പോൾ. നമുക്ക് അതിന്റെ സ്ട്രക്ചറിനെ ഒന്ന് പരിഗണിക്കാമെങ്കിൽ, ഇവിടെ ഫോസ്ഫറസ് പഴയതുപോലെ തന്നെ സെൻട്രൽ പൊസിഷൻ, ഡബിൾ ബോണ്ടോ, അതിൽ നിന്ന് 3 ബോണ്ടുകൾ, 2 OH ഗ്രൂപ്പുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ റെപ്രസെന്റേഷനിൽ ബേസിസിറ്റിയെ പരിഗണിക്കുന്നു. ഇവിടെ ബേസിസിറ്റി നോക്കുമ്പോൾ 2 OH ബോണ്ടുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഒരു സംശയം വേണ്ട, ഇവിടുത്തെ ബേസിസിറ്റി 2 ആണ്. ബേസിസിറ്റി എന്ന് പറയുന്നത് 2 ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ PH ബോണ്ടുകൾ, നമ്പർ ഓഫ് PH ബോണ്ട്, ഫോസ്ഫറസ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് 1 ഉള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഹൈപ്പോഫോസ്ഫറസ് ആസിഡിനെക്കാട്ടിൽ PH ബോണ്ടുകളുടെ എണ്ണം ഓർത്തോഫോസ്ഫറസ് ആസിഡിന് കുറവായതുകൊണ്ട് നമുക്ക് ഒരു സംശയമില്ലാതെ തന്നെ പറയാൻ പറ്റും ഓർത്തോഫോസ്ഫറസ് ആസിഡ് ലെസ് റെഡ്യൂസിങ് നേച്ചർ ആണ് കാണിക്കുന്നത് ഹൈപ്പോഫോസ്ഫറസ് ആസിഡിനെക്കാട്ടിൽ. അപ്പം ഇയാൾ ലെസ് റെഡ്യൂസിങ് നേച്ചർ ആണ് കാണിക്കുന്നത് കമ്പയർഡ് ടു ഹൈപ്പോഫോസ്ഫറസ് ആസിഡ്. കാരണം PH ബോണ്ടുകളുടെ എണ്ണം കുറവാണ്.
ഇവിടെയും 3 ഹൈഡ്രജൻ ഉണ്ട്, പക്ഷേ ബേസിസിറ്റി 2 ഉള്ളൂ. OH ബോണ്ടുകളുടെ എണ്ണം 2 ആയതുകൊണ്ടാണ് ബേസിസിറ്റി 2 വന്നത്. ഇതിന്റെ പ്രിപ്പറേഷൻ പാർട്ടിലേക്ക് പോകുമ്പോൾ P2O3 ഡൈഫോസ്ഫറസ് ട്രയോക്സൈഡ്, ഇതിനെ നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഓർത്തോ ഫോസ്ഫറസ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ഈ H3PO3 എന്ന് പറഞ്ഞാൽ ഓർത്തോ ഫോസ്ഫറസ് ആസിഡിന് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ സംഭവിക്കാറുണ്ട്. അങ്ങനെ അത് H3PO4 ഫോസ്ഫോറിക് ആസിഡായിട്ട് ഓർത്തോ ഫോസ്ഫോറിക് ആസിഡായിട്ട് മാറിയിട്ട് ഫോസ്ഫൈൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്ത് ഹയറും ലോവറുമായിട്ട് 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഓർത്തോ ഫോസ്ഫറസ് ആസിഡിന്റെ കേസിൽ ഇവിടെ ഫോസ്ഫറസ് ഇറ്റ് ഈസ് ഇൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫോസ്ഫോറിക് ആസിഡിലേക്ക് വരുമ്പോൾ അത് ഫോസ്ഫറസ് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഫോസ്ഫീനിൽ ഫോസ്ഫറസ് -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പം +3 +5 ആയെന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ സംഭവിച്ചു, +3 ചേഞ്ച് ചെയ്ത് -3 ആയെന്ന് പറഞ്ഞാൽ റിഡക്ഷൻ സംഭവിച്ചു. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓക്സിഡേഷനും ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ റിഡക്ഷനുമാണ്. അപ്പോൾ ഒരു സ്പീഷീസ് തന്നെ ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു, അയാൾ തന്നെ റെഡ്യൂസ് ചെയ്യപ്പെടുന്നെങ്കിൽ അതിനെയാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തോ ഫോസ്ഫറസ് ആസിഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അയാൾ ഡിസ്പ്രപ്പോർഷനേഷൻ നടന്നിട്ട് ഓർത്തോ ഫോസ്ഫോറിക് ആസിഡും ഫോസ്ഫൈൻ ഗ്യാസുമായിട്ട് മാറുന്നു. ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഒരാൾക്ക് തന്നെ സംഭവിക്കുന്നു. സച്ച് ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ആർ കോൾഡ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഈ സീക്വൻസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട മൂന്നാമത്തെ ആസിഡാണ് ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ്. ഓർത്തോ ഫോസ്ഫോറിക് ആസിഡിന് നമുക്ക് ഇതിൽ നിന്ന് ഒരു ഓക്സിജനോടെ കൂട്ടാം, H3PO4. അപ്പൊ അതിന്റെ സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചറിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഫോസ്ഫറസ് ഓക്കുപൈസ് ദ സെൻട്രൽ പൊസിഷൻ, ഡബിൾ ബോണ്ടോ 3 bonds are there, OH OH OH. This is a situation. അപ്പോൾ നമ്മളിവിടെ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമുക്ക് +5 എന്ന് പറഞ്ഞാണ് കിട്ടുന്നത് ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ നമ്മൾ ഇതിന്റെ പ്രിപ്പറേഷൻ പാർട്ടിലേക്ക് പോകുമ്പോൾ P4O10 അണ്ടർഗോയിങ് ഹൈഡ്രോളിസിസ് പ്രൊഡ്യൂസ് ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ്. ഇനി ഇവിടെ ഒരു pH ബോണ്ടും ഇല്ല, അപ്പൊ അതുകൊണ്ട് ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് റെഡ്യൂസിംഗ് നേച്ചർ കാണിക്കത്തില്ല. കാരണം ഇവിടെ pH ബോണ്ട് കുറഞ്ഞു, ഇവിടെ pH ബോണ്ട് ഇല്ല, അപ്പൊ ആബ്സെന്റ് ആണ്. അപ്പൊ നമുക്ക് പറയാം ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് ഒരു നോൺ റെഡ്യൂസിംഗ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാം അതിനകത്ത്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക്, ഇതിന്റെ സ്ട്രക്ചർ, ഓക്സിഡേഷൻ, പ്രിപ്പറേഷൻ, അതൊക്കെ നമ്മളിവിടെ പരിഗണിച്ചു. ബേസിസിറ്റിയിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ഒരു സംശയവുമില്ലാതെ തന്നെ 3 എന്ന് പറയാം ബേസിസിറ്റി. കാരണം നമ്പർ ഓഫ് റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ OH ബോണ്ടുകളുടെ എണ്ണം ഇവിടെ 3 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ബേസിസിറ്റി 3 ആണെന്ന്. അപ്പൊ ഈ ആസിഡുകൾ കമ്പാരിസണിലൂടെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഹൈപ്പോഫോസ്ഫറസ് ആസിഡ്, ഓർത്തോ ഫോസ്ഫറസ് ആസിഡ്, ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് H3PO4. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കമ്പാരിറ്റീവ് ആയിട്ട് മനസ്സിലാക്കാം. ഇനി നമുക്കിവിടെ സ്ട്രക്ചർ പഠിക്കാനുള്ള 2 ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡുള്ള ബാക്കിയുണ്ട്, അതിലേക്ക് പോകാം. ഓക്കെ, ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് പൈറോ ഫോസ്ഫോറിക് ആസിഡ് ആണ്. പൈറോ ഫോസ്ഫോറിക് ആസിഡ്. അപ്പൊ നമ്മളിവിടെ ഫോസ്ഫോറിക് ആസിഡിൽ നിന്നാണ് പൈറോ ഫോസ്ഫോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിക്കണം, പൈറോ ആസിഡുകൾ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓർത്തോ ആസിഡുകളെ 2 ഓർത്തോ ആസിഡുകളെ കൂട്ടി ഒരു വാട്ടർ അതിനകത്ത് നിന്ന് എലിമിനേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ പൈറോ ഫോസ്ഫോറിക് ആസിഡിന്റെ മുമ്പിട്ട് ഫോസ്ഫോറിക് ആസിഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു H3PO4. അപ്പൊ ഞാൻ 2 ഓർത്തോ ഫോസ്ഫോറിക് ആസിഡിനെ ആഡ് ചെയ്യുന്നു അതിനകത്തുനിന്ന്. അപ്പൊ ആഡ് ചെയ്യുന്നു, അപ്പൊ H6P2O8 അതിൽ നിന്ന് വാട്ടർ മൈനസ് ചെയ്യുന്നു. ഇതാണ് പ്രൊസീജിയർ. O7P2H4. അപ്പൊ ഇതാണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല H4P2O7. അപ്പൊ എപ്പോഴും ഓർക്കേണ്ടത് എങ്ങനെ നമുക്ക് പൈറോ ആസിഡുകളെ പ്രൊഡ്യൂസ് ചെയ്യാം. ഓർത്തോ ആസിഡുകളിൽ നിന്ന് 2 ആസിഡ് കൂട്ടി ഒരു വാട്ടർ അതിനകത്ത് നിന്ന് എലിമിനേറ്റ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് പൈറോ ഫോസ്ഫോറിക് ആസിഡ് അല്ലെ ഇവിടെ ഫോസ്ഫോറിക് ആസിഡിന്റെ പൈറോ ഫോം പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ പറയാം. ഹീറ്റിംഗ് ഫോസ്ഫോറിക് ആസിഡിനെ ഹീറ്റ് ചെയ്താൽ മതി. അപ്പൊ അതിനകത്ത് വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ടാണ് H4P2O7 ആയിട്ട് മാറുന്നത്. ഇതിന്റെ സ്ട്രക്ചറിലേക്കും ഓക്സിഡേഷൻ സൈഡിലേക്കും നമ്മൾ നോക്കി കഴിഞ്ഞാൽ 2 ഫോസ്ഫോറിക് ആസിഡിൽ നിന്ന് വാട്ടർ എലിമിനേഷൻ ഉണ്ടാക്കുന്നു. അപ്പൊ ഞാൻ ഒരു ഫോസ്ഫോറിക് ആസിഡ് എടുക്കുന്നു, OH OH OH. അതിലേക്ക് അടുത്ത ഫോസ്ഫോറിക് ആസിഡ് 3 OH ഗ്രൂപ്പുകൾ.
ഇവിടുന്ന് ഒരു വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. അപ്പം OH ഇവിടുന്ന് ഒരു H കൂടെ ചേർന്നിട്ട് വാട്ടർ എലിമിനേഷൻ നടക്കുന്നു, -H2. അങ്ങനെ നമുക്ക് ഒരു ഓക്സിജൻ വെച്ച് 2 ഫോസ്ഫറസിനെ കൂടെ കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആ സ്ട്രക്ചർ ഇങ്ങനെയാണ് കിട്ടുന്നത്: ഫോസ്ഫറസ്, ഓക്സിജൻ, ഫോസ്ഫറസ്, ഡബിൾ ബോണ്ടോ, 2 OH ഗ്രൂപ്പ്. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ. ഇതാണ് ഈ താഴെ കാണിച്ചിരിക്കുന്ന ഈ സ്ട്രക്ചറാണ് പൈറോഫോസ്ഫറിക് ആസിഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്കിവിടെ ബേസിസിറ്റി പറയാൻ പറ്റും. ബേസിസിറ്റി 4 പറയാൻ പറ്റും, കാരണം 4 OH ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ട്. ബേസിസിറ്റി നമുക്കിവിടെ ബേസിസിറ്റി 4 പറയാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ നമുക്കിവിടെ ഓർത്ത് മനസ്സിലാക്കാം. അവ 2 ഫോസ്ഫോറിക് ആസിഡ് ചേർന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സ്ട്രക്ചർ കിട്ടുന്നത്. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് പൈറോഫോസ്ഫോറിക് ആസിഡ് ആൻഡ് ദ ഫോർമുല ഈസ് H4P2O7. അപ്പം പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈ ഹീറ്റിംഗ് ഫോസ്ഫോറിക് ആസിഡ്. ഈ രീതിയിലാണ് നമ്മൾ ഇതിന്റെ സ്ട്രക്ചറിലേക്ക് പോകുന്നത്. ഇനി നമുക്കിവിടെ സൈക്ലോ ട്രൈമെറ്റാ ഫോസ്ഫോറിക് ആസിഡും അതുപോലെ തന്നെ പോളിമെറ്റാ ഫോസ്ഫോറിക് ആസിഡും അതാണ് നമുക്ക് ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിന്റെ സ്ട്രക്ചറിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ സൈക്ലോ ട്രൈമെറ്റാ ഫോസ്ഫോറിക് ആസിഡ് HbO3 ത്രൈസ്, ഇതാണ് ഇതിന്റെ ഫോർമുല, HbO3 ത്രൈസ്. അപ്പൊ നമ്മളിവിടെ ഒരു ഹെക്സാഗൺ ഷേപ്പ് ഡ്രോ ചെയ്യുന്നു. വരയ്ക്കാനുള്ള എളുപ്പത്തിന് ഒരു ഹെക്സാഗൺ വരയ്ക്കുന്നു. അപ്പോൾ ഓക്സിജൻ അതുപോലെ ഫോസ്ഫറസ് ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്സിജൻ, ഫോസ്ഫറസ്, ഓക്സിജൻ, ഫോസ്ഫറസ്, ഈ ഒരു രീതിയിൽ അതിനെ ഡ്രോ ചെയ്യുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ഫോസ്ഫറസിന്റെയും കൂട്ടത്തിൽ ഒരു ഡബിൾ ബോണ്ടോയും OH, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് PO ബോണ്ട് കണക്ട് ചെയ്യുന്ന ഒരു ഹെക്സഗണൽ ആകൃതിയിൽ. അപ്പം ഇവിടെ ഒരു ഡബിൾ ബോണ്ടോ ഒരു OH, ഫോസ്ഫറസിൽ ഡബിൾ ബോണ്ടോ OH, ഈ രീതിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത ഫോസ്ഫറസിൽ ഡബിൾ ബോണ്ടോ OH. അപ്പൊ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ ഡ്രോ ചെയ്താൽ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് സൈക്ലോ ട്രൈമെറ്റാ ഫോസ്ഫോറിക് ആസിഡ് HbO3 ത്രൈസ്. അപ്പോൾ വളരെ ഈസിയാണ്. ഹെക്സഗൺ ആകൃതിയിൽ ഓക്സിജൻ ഫോസ്ഫറസ് കണക്ട് ചെയ്യുക. എല്ലാ ഫോസ്ഫറസിലും ഓരോ ഫോസ്ഫറസിലും ഡബിൾ ബോണ്ടോയും OH. അതുപോലെ തന്നെ ഇതിന് കണക്ഷൻ ആയിട്ട് തന്നെ ഇതിന്റെ പോളിമറിക് ഫോം ഉണ്ട്. പോളിമറിക് അല്ലെങ്കിൽ പോളിമറിക് ആയിട്ടുള്ള ട്രൈമെറ്റാ ഫോസ്ഫോറിക് ആസിഡ് പോലെ പോളിമറിക് മെറ്റാ ഫോസ്ഫോറിക് ആസിഡ് എന്ന് നമുക്ക് പറയാം. അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്: ഓക്സിജൻ, ഫോസ്ഫറസ്, ഓക്സിജൻ, ഫോസ്ഫറസ്, ഓക്സിജൻ, ഈ രീതിയിൽ വരുന്നു. അപ്പൊ നമ്മളെല്ലാ ഫോസ്ഫറസിന്റെ കൂടെയും ഡബിൾ ബോണ്ടോയും OH നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോ ലീനിയർ ആയിട്ട് ഇങ്ങനെ പോളിമറിക് ഫോർമാറ്റിൽ വരുന്നു. അപ്പൊ നമ്മൾ ഡബിൾ ബോണ്ടോ, അതിന്റെ താഴേക്ക് OH, ഇനി തിരിച്ചങ്ങ് എഴുതിയാൽ മതി OH ഡബിൾ ബോണ്ടോ. എല്ലാ ഫോസ്ഫറസിനകത്തും ഡബിൾ ബോണ്ടോയും OH, ഈ രീതിയിൽ ലീനിയർ ആയിട്ട് പോളിമറിക് ഫോർമാറ്റിലും ഈ മെറ്റാ ഫോസ്ഫോറിക് ആസിഡ് എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. അതാണ് ഈ ഒരു രീതിയിൽ. ഇത് പോളിമറിക് ഫോർമാറ്റ് ആണ്, ഇത് സൈക്ലിക് ഫോർമാറ്റ് ആണ്. വളരെ ഈസി ആയിട്ട് വരയ്ക്കാം. എല്ലാ ഫോസ്ഫറസിനകത്തും ഒരു ഡബിൾ ബോണ്ടോയും OH കാണും. അപ്പൊ ഇതാണ് സൈക്ലോ ട്രൈമെറ്റാ ഫോസ്ഫോറിക് ആസിഡിന്റെ ഷേപ്പ്. ഇതിന്റെ ഒരു പോളിമറിക് ഫോർമാറ്റ് ആണ്. പോളിമറിക് ഫോർമാറ്റിലുള്ള മെറ്റാ ഫോസ്ഫോറിക് ആസിഡ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ.